ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൂരി നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നല്ല പെർഫെക്ഷനുമാണ് കേട്ടോ. നമ്മുടെ സാധാരണ പൂരി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ്. അതുപോലെ നല്ല വീർത്തിരിക്കുന്ന പൂരിയാണ് കേട്ടോ. നല്ല പഫായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പൂരി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ള ആ ഒരു സെയിം അളവിലുള്ള ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ നമ്മൾ റവയും അളന്നെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് നമ്മൾ ഗോതമ്പ് പൊടി അളന്നെടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ പൊടി എടുക്കുന്നത് അതിൻ്റെ അതേ അളവിൽ തന്നെ ചോറും എടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇപ്പോൾ നമ്മളിവിടെ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇതുപോലെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊന്നും ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ലൊരു മാവായിട്ട് കിട്ടും ഇത്. അപ്പോൾ അതാ പൾസ് ചെയ്ത് അടിച്ചെടുത്ത് ഇതാ ഇതുപോലെ ഒരു പാകത്തെ വെള്ളമൊക്കെ പാകമായിട്ടുള്ള ഒരു മാവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ജാറിൽ നമ്മൾ 2 പ്രാവശ്യമായി ഇട്ട് കൊടുത്ത് മുഴുവൻ മാവും ദാ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പൂരി എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ മുഴുവൻ മാവും ഇതുപോലെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പ്രസ്സിൽ ഒന്ന് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് പരത്തിയെടുക്കാം. ഒരു പ്രാവശ്യം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു ഭാഗം കുറച്ച് തിക്കായിട്ടുള്ള ഭാഗവും ഒരു ഭാഗം തിന്നായിട്ടുള്ള ഭാഗവും. അപ്പോൾ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ കനത്തിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പൂരി പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഓയിലിലേക്ക് ഇട്ട ഉടനെ തന്നെ പെട്ടെന്ന് ഇത് വീർത്ത് വരും കേട്ടോ. നമ്മൾ സാധാരണ മാവ് കുഴച്ചുണ്ടാക്കുന്ന പൂരി വീർത്ത് വരുന്നതിനേക്കാളും പെട്ടെന്ന് ഈ ഒരു പൂരി വീർത്ത് വരുന്നുണ്ട്. കണ്ടോ, പെട്ടെന്ന് തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ മുകളിലേക്ക് ഇതുപോലെ നല്ല പഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടെ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ പൂരി പൊരിച്ചെടുക്കുമ്പോൾ എപ്പോഴും പരത്തി മാറ്റി വെക്കാതെ പരത്തിയ ഉടനെ തന്നെ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോഴായിരിക്കും കൂടുതൽ വീർത്ത് വരിക. പിന്നെ നമ്മൾ ഒന്ന് ആവുന്ന ആ ഒരു സമയം കൊണ്ട് അടുത്തത് പരത്തി എടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ പൂരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളിവിടെ പൂരി മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പുറം ഭാഗമൊക്കെ. അപ്പോൾ ഇനി ചോറൊക്കെ ബാക്കിയിരിപ്പുണ്ടെങ്കിലൊക്കെ നമുക്കത് പെട്ടെന്ന് തന്നെ പൂരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.